ദില്ലി മദ്യനയ അഴിമതി കേസിൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും വൻ തിരിച്ചടി. കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ സിസോദിയെയും കുറ്റവിമുക്തരാക്കി. കേസിൽ മതിയായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി റോസ് അവന്യൂ കോടതി വിധിച്ചത്. വിഷയത്തിൽ CBIക്കെതിരെയും കോടതിയുടെ രൂക്ഷ വിമർശനം. CBI ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി. അതേസമയം സത്യം ജയിച്ചുവെന്നും അമിത്ഷായും മോദിയും ചേർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ശ്രീ KJ ജേക്കബ്, ഈ മനീഷ് സിസോദിയയ്ക്ക് ശരിക്കും ജാമ്യം പോലും ലഭിക്കാതെ എത്രയോ മാസം അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അതിനുശേഷമാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ കൂടി നാലാമത്തെ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങ് ഈ വിധിന്യായത്തെയും ഈ കേസിനെയും എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കാണേണ്ടത് ഇത് CBIയുടെ കേസാണ് ഇപ്പം വിട്ടിരിക്കുന്നത്. ഇവരെ പേരിലിട്ടിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസാണ്. ഈ PMLന്റെ കേസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് വരുന്നത് ഒരു അഴിമതിയിൽ നിന്ന് പണം ഉണ്ടാക്കി ആ പണം വെളുപ്പിച്ചു എന്നുള്ള കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അഴിമതി കേസ് തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ CBI കോടതിയുടെ വിധി. നമ്മളിതിനകത്ത് കാണേണ്ടത് എങ്ങനെയാണ് BJP സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള ഒരു ഏജൻസിയെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം കണ്ടുപിടിച്ചെന്നുള്ളതാണ്. കാരണം CBIയുടെ കേസിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതി അറസ്റ്റ് ചെയ്താൽ അതിന് ജാമ്യം കിട്ടാന്നുള്ളത് സാധ്യമാണ്. കോടതികൾക്ക് ജാമ്യം കൊടുക്കാം. പ്രതി ഒരു പ്രാഥമികമായിട്ട് പോലും കുറ്റം ഇല്ല എന്ന് ജഡ്ജിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടും. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. അവിടെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ജഡ്ജിമാർ വിചാരിച്ചാൽ പോലും ഇവരുടെ പേരിൽ കേസില്ല എന്ന് കണ്ടാൽ പോലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സുപ്രീം കോടതി ആവർത്തിച്ച് ചോദിച്ചാണ് ഇവരുടെ കേസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ എന്താണ് തെളിവ് എന്ന് ആവർത്തിച്ച് ചോദിച്ചതാണ്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ തെളിവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചെയ്തിരുന്നത്? ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൊണ്ടാണ്. അതാണ് നമ്മളിപ്പോ കാണേണ്ടത്. CBIയുടെ കേസിൽ അതായത് ഒരു കള്ളപ്പണം നടത്തി, ഇവരൊരു ക്രൈം നടത്തി കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ. അതിനാണ് ഇവരെല്ലാവരും ജയിലിൽ കിടന്നത്. പക്ഷെ ക്രൈം പോലും നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പൊ CBIയുടെ ഈ വിധിക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നിയമ സംവിധാനത്തെ നമ്മൾ ക്രിമിനലുകളെയും കള്ളപ്പണക്കാരെയും പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാക്കുന്ന നിയമത്തെയും അതിനുള്ള ഏജൻസികളെയും BJP സർക്കാർ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണിത്. ഒരു സംസ്ഥാനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA-മാരും ഒരു സംസ്ഥാനത്തെ മാത്രമല്ല പല സംസ്ഥാനത്തെയും MLA-മാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ ജയിലിലിടാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച തെളിവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ വെറും ഒരു CBI കേസിലെ വിട്ടയക്കലായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഈ കേസിലും ആവർത്തിച്ച് സുപ്രീം കോടതി ഇവരുടെ കേസിൽ സുപ്രീം കോടതി തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിയിട്ടാണ്. കാരണം ജാമ്യം കൊടുക്കാൻ പറ്റില്ല, അതാണ് നിയമം. നാട്ടിലെ നിയമം അതാണ്. PMLന്റെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല പ്രോസിക്യൂഷൻ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമം വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആ കേസ് CBI കോടതി എടുത്ത് കൊട്ടയ്ക്കകത്തിട്ട് അത് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. ഇത് നിയമത്തിന്റെ അങ്ങേയറ്റത്തെ ദുരുപയോഗം. അത് മാത്രമേ നമ്മൾ കാണേണ്ടത്. ശ്രീ ജേക്കബ്, ഇപ്പോൾ ഒരു അഴിമതി ആരോപണം ഉണ്ടാകുന്നു, അതിൻ്റെ അന്വേഷണം നടക്കുന്നു. ഈ അഴിമതിയുടെ പണം അത് കണ്ടെത്തേണ്ടതില്ലേ? ഇതിൽ ഒരു രൂപ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അക്കൗണ്ട്, കേജ്രിവാളിൻ്റെ ആകട്ടെ സിസോദിയയുടെ ആകട്ടെ, ഒരു രൂപ പോലും കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ 3 ചാർജ് ഷീറ്റിലും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിലായിരുന്നു. 4ാമത്തെ ചാർജ് ഷീറ്റിൽ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങേറ്റം രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടുകൂടി, രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി ഈ ഒരു കേസ് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണേണ്ടി വരില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവരുടെ പേരിൽ ഒരു പ്രശ്നം തെളിവില്ല. അതാണ് ഹൈക്കോടതി ഇപ്പം ട്രയൽ കോടതി അതാണ് പറഞ്ഞത്. ഇവരുടെ പേരിൽ ഒരു തെളിവുമില്ല. ഇത് എന്തിനാണ് ഇവരുടെ പേരിൽ കുറ്റപത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് CBIക്ക് അറിയത്തില്ലാത്തത് കൊണ്ടല്ല, ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അറിയത്തില്ലാത്ത കാര്യമല്ല ഇവരുടെ പേരിൽ കേസില്ല എന്നുള്ളത്. പക്ഷെ ഇല്ലാത്തൊരു കേസെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഴിമതി കേസിൽ ആളുകളെ അനന്തമായിട്ടെങ്കിലും ജയിലിലിടാൻ പറ്റില്ല. അപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി കേസ് ഉണ്ടെന്ന് പറയുക, എന്നിട്ട് എന്ന് പറയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലേക്ക് കേസ് കൊടുക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ജാമ്യം കിട്ടില്ല. നമ്മളത് കാണുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ പേരൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി
എത്ര ബുദ്ധിമുട്ടിയെന്ന് ആലോചിച്ച് നോക്കണം. പിണറായി വിജയന്റെ പേര് ശിവശങ്കറിന്റെ നാക്കിൽ നിന്ന് വീണ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാളെ 270 ദിവസം ജയിലിലിട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടില്ല. അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകതയാണത്. അതിന്റെ സെക്ഷൻ 45 പ്രകാരം ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നും; രണ്ട്, ഇയാള് ജാമ്യം വിട്ടത് ഇയാൾ മറ്റൊരു കുറ്റവും ചെയ്യില്ല എന്നും കോടതിക്ക് ബോധ്യം വരണം. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. ആ രണ്ട് നിബന്ധനകൾ ശരിക്കും സുപ്രീം കോടതി റദ്ദാക്കിയതാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി റദ്ദാക്കിയതാണ്. എന്നിട്ട് നിയമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ആ നിയമം ഇപ്പൊ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിതിനെ കാണേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ കൊണ്ട് ഇവരെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു കള്ളക്കേസാണ്. ആ കേസാണ് ഇപ്പൊ പൊളിഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഇനി പൊളിയാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കാണേണ്ടത് ഇവർ ഇത്രയും കാലം 10 മാസം എത്രയോ മാസം ജയിലിൽ കിടന്ന ആ കേസ് വേറെ കിടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആ കേസിൽ വേറെ വരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അഴിമതി നടത്തി കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ കേസ്. അഴിമതിയെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അപ്പൊ കള്ളപ്പണത്തിന്റെ കാര്യം എവിടെയായി? നമ്മൾ അതാണ് കാണേണ്ടത്. ഈ നാട്ടിൽ നീളിൽ നടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതിന്റെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ആ നിയമം, അങ്ങനത്തെ ഒരു നിയമം കണ്ടുപിടിച്ച് അത് വെച്ച് മനുഷ്യരെ പിടിച്ചകത്തുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണിപ്പം പൊളിഞ്ഞത്.